അവർ പറയുന്നതെല്ലാം നമ്മുടെ മെമ്മറിയിലാണ് തന്നെ. എന്ത് സാധനം ഇപ്പം ഈ 19 പേരും ഫസ്റ്റ് 24 പേര് കിടന്നത് 24 പേരും പറയണത് എൻ്റെ തലയിലേക്ക് ഒറ്റ അടിയാണ്. അടി അടിച്ചിട്ട് ഈ 24 പേര് എന്താ പറഞ്ഞെന്നുള്ളത് എനിക്ക് ഓർക്കാൻ പറ്റില്ല. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് നമുക്ക്, അത് മനസ്സിലാവില്ല നിങ്ങൾക്ക്, അത് അവിടെ അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 24 പേരും പറഞ്ഞതിന് മറുപടി അല്ല നമ്മൾ കൊടുക്കണമെങ്കിൽ റോങ്ങായി അല്ലേ? കഴിഞ്ഞു നിങ്ങളിവിടെ എടുത്തടിക്കാണ്. അവൾ അതല്ല പറഞ്ഞു. കാരണം നിങ്ങൾക്ക് അത് മനസ്സിലായണ്ടോ? അതായത് അകത്ത് നിന്നിട്ട് ഞാൻ മറ്റേ മുടി വലിച്ചത് ആരാന്ന് വെച്ചപ്പോൾ സീതു വന്നവർ പറഞ്ഞുണ്ടോ? എൻ്റെ മെമ്മറിയിൽ ഉണ്ടായില്ല ആരാ പറഞ്ഞെന്ന്. നമുക്കത് ഓർക്കാൻ പറ്റില്ല. കാരണം ഇന്ന് നടന്ന കാര്യം ചോദിച്ചാൽ അവിടെ ഓർക്കാൻ പറ്റുന്ന ഒരാളുണ്ട് കേട്ടോ. ആളെ പറയല്ലേ, ആരാ? നോറോട് ഇപ്പോൾ ബിഗ് ബോസ് ചോദിക്കേണ്ടി വരും, നോറ ഈ ആഴ്ചയിൽ എന്താ നടന്നതെന്ന്. കാരണം നോറ പറയും ഈ ആഴ്ചയിൽ നീ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. അത് കറക്റ്റായിട്ട് നോറ ഇത് ചെയ്യും. കാരണം അത് എന്നെ സംബന്ധിച്ച് നോറയുടെ അത് കഴിവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആളുടെ ഒരു ബ്രില്യൻ ഗെയിം, എനിക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിമറാണ് നോറ. പക്ഷെ അവൾ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമില്ലാത്തുള്ളൂ. കാരണം അത് ഓർത്തിരിക്കാനുള്ളൊരു കഴിവ്. ഏറ്റവും കൂടുതൽ കാക്കാന്ന് വിളിച്ചത് ആരാ ജിൻഡോയെ? അതറിയാലോ, കാക്ക. ആള് എന്നെ കാക്കാന്ന് വിളിച്ച് ആളൊക്കെ അവിടെ നിന്ന് പറന്നു പോയിട്ടുണ്ട്. ആളെന്നെ കാക്കാന്ന് വിളിച്ച് പറപ്പിക്കാനാണ്. പക്ഷെ ആ കാക്ക പറന്നു പോയില്ല, അവളെ പറപ്പിച്ച് കാക്ക. അത്രേ ഉള്ളൂ. പാവാട്ടോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ ജാസ്മിൻ പല വീഡിയോയിൽ പറയുന്നുണ്ട് ജിൻഡോ ഒക്കെ കപ്പടിച്ച് എങ്ങനെ ശരിയാവുന്നത് അല്ലേ? ആ ജിൻഡോ ഇന്ന് അടിച്ചടം മച്ചാനെ. അതല്ല, അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അവിടെയുള്ള എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഒരിക്കലും ഞാൻ അവരാരും കുറ്റം പറയില്ല. ഇതിങ്ങനെ പറയാൻ ഈ മനുഷ്യനല്ല വേറെ ആർക്കും പറ്റും. ഞാൻ ഉള്ളി തട്ടി പറയണം. അവരെന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മനസ്സിനോട് ഒരു കൊടുത്തേക്കുന്ന സാധനമുണ്ട്. കാരണം ഞാൻ 100 ദിവസവും എന്താ പറയുക, അവിടെയുള്ള എല്ലാവരും എന്നെ തള്ളി പറഞ്ഞപ്പോഴും ഇത് ചെയ്തപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. കാരണം നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് നോക്കണം, അപ്പോൾ മനസ്സിലാവും. കാരണം ഒരാൾ പോലും ഇപ്പോൾ രതീഷേട്ടൻ ഔട്ടായി, ജാൻമണി ഔട്ടായി കഴിഞ്ഞപ്പോൾ ഒരാളോട് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും എൻ്റെ സംസാരിച്ചാൽ അപ്പോൾ അവർ പറഞ്ഞത് അവൻ കള്ളത്തന്നെ പറയുള്ളൂ. എന്തെങ്കിലും നമ്മളോടൊന്ന് തുമ്മിയ വരെ പറയും, അവനാ തുമ്മിയത് അവൻ്റെ ഒരു രാറ്റർജിയാണ്. ഞാൻ ചിരിച്ചാൽ പറയും, അത് പറയും. ഞാൻ ഒന്ന് തള്ളിയാൽ പറയും, അത് പറയും. ഇത് പറഞ്ഞവൻ്റെ എല്ലാം മുന്നിൽ കാണിക്കാൻ ഇതേ ഉള്ളല്ലേ? അത് അവർക്കുള്ള മറുപടിയല്ല, അത് ദൈവം എനിക്ക് തന്നതാ, നിങ്ങളായിട്ട് വാങ്ങിച്ചു തന്നതാ. ഇതിന് ഈ ഒരു വിഷമം മാറ്റാൻ നമുക്ക് കാക്കയുടെ ഒരു വീഡിയോ കാണാം. കാക്ക